ഹായ് ഗായ്സ്, ഐ എം ജഹാന ജബ്ബാർ ആൻഡ് വെൽക്കം ടു ജഹാന ജബ്ബാർ ഫ്രഷ വ്ളോഗ്സ്. സോ ഞാനൊരു പുതിയ ചെറിയ കണ്ടൻറ് ക്രിയേറ്ററാണ്. പച്ച പിടിച്ച് വന്നുള്ളൂ. വീഡിയോസൊക്കെ ഇട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് ഒന്ന് സെറ്റാക്കി വന്നുള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ അങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഈദ് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വ്ളോഗാണ്. അപ്പം എൻ്റെ പണ്ടത്തെ വ്ളോഗ്സ്, ഈദ് വ്ളോഗ്സൊക്കെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒന്നോ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. എനിക്ക് ഒരു 3-4 ദിവസം കൊണ്ട് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നടന്നാൽ മാത്രമേ ഡ്രസ്സ് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പിന്നെ പൊതുവെ എല്ലാ ഈദിന് അന്ന് രാവിലെ പോയി ഡ്രസ്സ് എടുക്കലാണ് പതിവ്. അപ്പം ഈ ഈദിനെങ്കിലും ഞാൻ നേരത്തെ ഡ്രസ്സ് എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അതിന് 1 മാസം മുമ്പെങ്കിലും മുതൽ ആലോചിച്ച് ഇങ്ങനെ സെറ്റാക്കി വെക്കും എങ്ങനത്തെ ഡ്രസ്സാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ പെരുന്നാളിന് ചുരിദാർ അങ്ങനത്തെ ഒരു ഐറ്റംസ് എടുക്കണ്ട, ജസ്റ്റ് ക്യാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഔട്ട്ഫിറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ബോയ്സിൻ്റെ ഷോപ്പിൽ പോയി നോക്കാം. എനിക്ക് വേണ്ടത് ഒരു ബാഗിയും ഒരു ഷർട്ടുമാണ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അസ്ലമിനോ എനിക്ക് സജസ്റ്റ് ചെയ്തു. കൾട്ടീവേഴ്സ്, കളമശ്ശേരിയിലുള്ള കൾട്ടീവേഴ്സ് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇക്കയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ കൊണ്ടുപോകണം. എല്ലാ പെരുന്നാളിലേക്കാണ് കൊണ്ടുപോകണം. പപ്പ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരില്ല, ബിക്കോസ് എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണമെങ്കിൽ അത്രക്കും ക്ഷമയുള്ള ആളായിരിക്കണം. അവസാനം അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിലൊക്കെ ഇരിക്കുന്നു. ഈ ഷോപ്പ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അസ്ലമിനോ ആണ്. സോ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത് ഇച്ചിരി പാളിപ്പോയി. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ ഹോസ്റ്റലിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ വീട്ടിലുണ്ടായ ലിപ്സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഗൈസ്, ഞാൻ ആ ഷോപ്പിൽ പോയി. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവരിങ്ങനെ സ്റ്റോക്കൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കണമായിരുന്നു പെരുന്നാളിൻ്റെ. എനിക്ക് ആ ഷോപ്പിൽ കയറിയിട്ട് ഇപ്പം ഞാൻ ഒരു ഷർട്ട് കാണിക്കാം. ആ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എൻ്റെ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു ഷർട്ടായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പ്രൈസിലും അപ്പുറമായിരുന്നു ഈ ഷർട്ടിൻ്റെ പ്രൈസ്. സോ ഞാൻ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഈ സെയിം മോഡൽ ഷർട്ട് അവിടെ വേറെ ഉണ്ടായില്ല, വേറെ കൈൻഡ്സ് ഓഫ് ഷർട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ടല്ലോ, എല്ലാ ഷോപ്പിലും കയറി നോക്കാൻ വിചാരിച്ച് ഇപ്പുറത്തെ ഷോപ്പായ മിസ്റ്റർ മാഡ്. ബോയ്സൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ബോയ്സ് ഈ ഷോപ്പൊക്കെ ഫെമിലിയർ ആയിരിക്കും, ഗേൾസിനും അങ്ങനെ അറിയാൻ പറ്റില്ല. ഇതെല്ലാം കളമശ്ശേരി സൈഡിലുള്ള ഷോപ്പാണ്. അപ്പം ഞാൻ അവിടെ ഡ്രസ്സ് എടുക്കാൻ കയറിയ സമയത്ത് ഉമ്മയും ബാബിയും അതിന് ഓപ്പോസിറ്റുള്ള കുഞ്ഞു പിള്ളേരുടെ കടയിൽ കയറി ബാബിക്കുള്ള വാവേണ്ടാവാൻ പോണേൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്. അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത ഷോപ്പിൽ കയറി. പിന്നെ ഞാൻ വിചാരിച്ച് ടർഫ് കോയിൽ പോയി നോക്കാമെന്ന്. പൊതുവെ എൻ്റെ ബാഗീസ് എല്ലാം ഞാൻ ടർഫ് കോന്നാണ് എടുത്തേക്കുന്നത്. സുഡിയോ ആൻഡ് ടർഫ് കോൺ എൻ്റെ മെയിൻ ഷോപ്പ് ബാഗി എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ടർഫ് കോയിൽ പോകാനും ടൈം കിട്ടിയില്ല ഗൈസ്. അപ്പം തന്നെ ലേറ്റ് ആയതുകൊണ്ട് ബാബിക്കുള്ള മെറ്റേണിറ്റി ഷോപ്പിങ്ങിന് പോകാനുണ്ടായി. അതിനാണ് മെയിനായിട്ട് ഇറങ്ങിയത്. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനും, പിന്നെ ഒരു ദിവസം കൊണ്ട് ഡ്രസ്സ് കിട്ടില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ബാബിക്ക് സാധനം വാങ്ങാൻ പോയി. ഈ ഷോപ്പ് ഇക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. ഞാനിങ്ങനെ പിടിച്ച് നോക്കലായിരുന്നു ഗൈസ്. ഇപ്പോഴേ പോലെ പ്രാക്ടീസ് ചെയ്യാണ് ഞാൻ. വാവ വരുമ്പോൾ വാവേനെ എടുക്കാൻ വേണ്ടി. ഇത് ക്യൂട്ടാണ് ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നും കൂടിയും ജനിക്കാൻ തോന്നണം. വീണ്ടും ഇതേപോലത്തെ ബെഡിൽ കിടക്കാനും പിന്നെന്താ അങ്ങനത്തെ ടർക്കിയിൽ പൊതിയാനും ആ ഷാമ്പൂട്ട് കുളിക്കാനൊക്കെ തോന്നണം. ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഉള്ളിന്നൊരു ത്വരയാവണമായിരുന്നു. ഈ വൈബ്സ് ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തായിരുന്നു. കാരണം ഹിമാലയ അങ്ങനത്തെ ബ്രാൻഡിൻ്റെ വൈബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടി പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലും പോവും, അതിലൊരു ലിക്വിഡ് ഇല്ലാതെ പോകും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായി. അങ്ങനെ ആ വൈബ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതിൽ ഈ വീഡിയോസ് കാണുന്നവരാരെങ്കിലും വൈബ്സ് വാങ്ങാൻ ഉദ്ദേശപ്പെട്ടുണ്ടെങ്കിൽ ആ വൈബ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. യൂസ് ആക്കിയിട്ടില്ല, ബട്ട് പുറമേ നിന്ന് കണ്ടിട്ട് എനിക്കത് ബെറ്ററായിട്ട് ഫീൽ ചെയ്ത്. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ മാക്സ് അന്വേഷിച്ച് പോയി. അപ്പോൾ ആദ്യം വെള്ളത്തോളം മാക്സ് ചെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അധികം ഇഷ്ടമായില്ല. അപ്പോൾ സുഡിയോ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. എൻ്റെ ഓപ്പോസിറ്റ് തന്നെ സുഡിയോ ഉണ്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഇക്ക് പറഞ്ഞ് വേണ്ട, നമുക്ക് ചിറ്റേത്തുകര സ്റ്റുഡിയോയിലും മാക്സിലും കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ചിറ്റേത്തുകര മാക്സിലോട്ട് കയറാണ് ഗീസ്. ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തെ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഓർമ്മ വന്നത്. ഞാൻ ഈ മാക്സിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു. ബാബിക്ക് വലിയ ഇങ്ങനത്തെ ഒറ്റ ഉടുപ്പ് വേണമല്ലോ, ലൈക്ക് മാക്സി പോലത്തെ ഔട്ട്ഫിറ്റ് വേണമല്ലോ. അതിന് വേണ്ടി ഞങ്ങൾ തപ്പി നടന്നത്. ഇതെൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണ് ഗൈസ്. കൊള്ളില്ലാന്നറിയാം, എന്നാലും ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാ കടയിലും കയറിയിട്ടും കിട്ടൂല എന്ന് ഉറപ്പിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന്. നല്ല വിശപ്പുണ്ടായി. എനിക്ക് അതിൽ കൂടുതൽ വിശപ്പുണ്ടായി, പക്ഷെ ഞാൻ എക്സ്പ്രസ് ചെയ്തില്ല, ബിക്കോസ് എനിക്ക് ഡ്രസ്സായിരുന്നു വലിയത്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൈയിട്ടപ്പോൾ എനിക്ക് കാറി കയറി ഓൾറെഡി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് അതേപോലെ മൂടി വെച്ചിട്ട് നേരെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ചിറ്റേതുവരെ ഒരു ഷോപ്പ് എന്ന് ഓർക്കണില്ല, അറേബ്യൻ നൈറ്റ്സ് അങ്ങനെ എന്തൊരു ഷോപ്പായിരുന്നു. ഷോപ്പിൽ കയറി ഷവർമ ഓർഡർ ചെയ്ത്. ഇക്ക് അൽഫാം ഓർഡർ ചെയ്ത്, ബിക്കോസ് ഇക്ക് ഡയറ്റിലാണ്. അങ്ങനെ ഷവർമ കുറേ നാൾക്ക് ശേഷം ഷവർമ കഴിക്കണേ. ഞാൻ ഒരു ബ്രോസ്റ്റഡ് ഫാൻ. എനിക്കന്ന് ഷവർമേനേക്കാൾ ഇഷ്ടം ബ്രോസ്റ്റഡ്. അപ്പം ഞാൻ ഇവിടെ വന്നാലും ബ്രോസ്റ്റഡാണ് വാങ്ങാറുള്ളൂ. എനിക്കെൻ്റെ മുഖം കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു ഗൈസ്, ബിക്കോസ് വേറൊരു ഹെയർ സ്റ്റൈൽ, ഇത് ഞാനല്ല, അങ്ങനെ ഒരു ഫീല് തോന്നുന്നു.
ബട്ട് കുഴപ്പമില്ല, കാരണം എപ്പോഴും എന്നെ എല്ലാവരും ഒരു ഹെയർ സ്റ്റൈൽ തന്നെ കാണുന്നത്, ഈ ഒരു മുഖവും കാണുക. എനിക്കറിയാം ഈ വ്ളോഗ് പുറത്ത് വന്ന് കഴിയുമ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് പറയാം, ആ വ്ളോഗിൽ എന്നാ മുഖം അങ്ങനെ ഇരിക്കണേന്നൊക്കെ ചോദിക്കും. എന്നാലും സീനില്ല, ഞാനിത് കട്ടാക്കൂല ഗൈസ്, എല്ലാവരും കാണട്ടെ എൻ്റെ വേറൊരു മുഖം. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഓരോരോ ഹെയർ സ്റ്റൈലിൽ ഓരോരോ മുഖമാണ്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണേ, എൻജോയ് ചെയ്ത് കഴിക്കണേ. ബിക്കോസ് നല്ല ടേസ്റ്റ് ഉണ്ടായി ഷവർമ്മ. വിശപ്പ് കൊണ്ടാണോന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായി. ഒന്നാമത് അവിടെ ലൈറ്റ് ഉണ്ടായില്ല ഗൈസ്, അതുകൊണ്ട് ഒരു എന്തോ പോലെ വീഡിയോയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. എനിക്ക് നല്ല സങ്കടം ഉണ്ടായി, ബിക്കോസ് ഞാൻ പിറ്റേ ദിവസം മൺഡേ ബാക്ക് ടു ഹോസ്റ്റൽ വരും. ഇനി പെരുന്നാളിന് മുമ്പത്തെ ദിവസം വീട്ടിലെത്തുള്ളൂ. അപ്പോൾ ആ മുമ്പത്തെ ദിവസം കൊണ്ട് എനിക്ക് ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ പിന്നെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കലുണ്ടാവില്ല. അതുകൊണ്ട് ആ സങ്കടം എൻ്റെ മനസ്സിൽ ഉള്ളിൽ വെച്ച് ഞാൻ അടക്കി പിടിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. എനിക്കൊരു തെറ്റ് പറ്റി. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും മാക്സിൽ കയറിയായിരുന്നു. അതിന് മുമ്പ് ചിറ്റേത്തന്നെ മാക്സിൽ കയറിയെന്നാണ് ഞാൻ വോയിസിൽ പറഞ്ഞത്. ഇനി വീണ്ടും കട്ട് ചെയ്ത് ഒന്നും കൂടി വോയിസ് റെക്കോർഡ് ചെയ്യാൻ മടി ചെയ്തുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ പറയണത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചിറ്റേത്തന്നെ മാക്സിൽ കയറിയത്. കുറേ ദിവസം മുമ്പാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. അതുകൊണ്ട് എഡിറ്റ് ആക്കിയപ്പോഴേക്കും ഞാൻ എന്തൊക്കെയാണെന്ന് കഥ എന്ന് ഫുൾ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് പതിയെ വീട്ടിലോട്ട് പടിയാവാന്ന്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകണേണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, എന്നെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ആക്കുക. ഇൻസ്റ്റഗ്രാം ID ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്നതായിരിക്കും. സോ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ ബൈ.